ഈ നേമം കാക്കാമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡേ കെയർ സെൻ്ററിൽ പഠിക്കുന്ന 2.5 വയസ്സുകാരനായിട്ടുള്ള കുട്ടി പ്രധാനപ്പെട്ട റോഡ് ക്രോസ് ചെയ്ത് ഏതാണ്ടൊരു 2.5 കിലോമീറ്റർ ദൂരം നടന്നു പോയതായിട്ടാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നടന്നു പോകുന്നതിൻ്റെ വീഡിയോ ചിത്രവും സോഷ്യൽ മീഡിയ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതീവ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യത്തിന് ആ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നിവിടെ കാണുന്ന ഒരു പൊതു പ്രവണതയുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒരു വീട് എടുത്ത് ഡേ കെയർ സെൻ്റർ എന്നൊരു ബോർഡ് എഴുതി വയ്ക്കുക. അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ചുറ്റുമുള്ള കുറേ ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ചേർക്കുക. പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആയമാരായി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പരിശോധനയില്ല. ആധികാരികമായിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഡേ കെയർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സമ്മതപത്രം വാങ്ങിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കേരളത്തിലെമ്പാടും നടക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ഈ ഡേ കെയറുകൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഈ മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CBSE, ICSE അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഗവൺമെൻറ് ലെവലിലുള്ള സ്ഥാപനം പ്രീ പ്രൈമറി വിദ്യാലയമാണ്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറമായിട്ട് സ്വന്തമായിട്ട് സിലബസ് ഉണ്ടാക്കുക, സ്വന്തമായിട്ട് സൗകര്യമുള്ള അധ്യാപകരെ നിയമിക്കുക, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കുട്ടികളെ കുത്തി നിറച്ച് അവരുടെ ക്ലാസ്സിലിരുത്തുക, കുട്ടികൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതൊരു പൊതു പ്രശ്നമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുജനങ്ങളുടെ ചർച്ച ആവശ്യമാണ്. ജനങ്ങളുടെ ചർച്ച ഇതിൽ ആവശ്യമാണ്. നമ്മുടെ ഈ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സുമായിട്ടുള്ള കുട്ടികൾക്കെല്ലാം നല്ല ട്രെയിനിങ് കൊടുക്കുകയും ആ കുട്ടികളെയൊക്കെ നന്നായി തന്നെ പരിചരിക്കേണ്ട ഒരു അവസരമാണ്. ഈ അവസരത്തിൽ ഈ നിലയിലുള്ള സ്ഥാപനങ്ങളാണ് ഈ കുട്ടികളെ പരിചരിച്ചാൽ നമുക്ക് ഭാവിയിൽ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഗവൺമെൻറ് ഇത് വലിയ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും നിയന്ത്രിക്കണ്ടല്ലോ. സ്വന്തമായിട്ടൊരു ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ബോർഡ് വയ്ക്കുക, അത് മാത്രമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ രക്ഷകർത്താക്കളാണല്ലോ കൊണ്ട് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പിന്നെ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഈ ഗവൺമെൻറ്റല്ലേ മറുപടി പറയേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, എങ്ങനെ വേണം കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിനെ ആലോചിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തൊക്കെ തന്നെ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിക്കും. അല്ല, ഇതിപ്പോൾ എൻ്റെ രക്ഷകർത്താക്കൾ പോലീസ് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പോലീസ് ഇടപെട്ടിട്ടുണ്ട്, രക്ഷകർത്താക്കൾ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ഒരു വിശദാംശങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ.